Hi Emma, welcome to Graceville Holland. ഇന്ന് നമ്മൾ മാർച്ചിൽ ജെർമിനേറ്റ് ചെയ്യേണ്ട കുറേ സീഡ്സിൻ്റെ ഇൻഫർമേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഫെബ്രുവരിയിൽ കുറേ സീഡ്സ്, ജനുവരിയിൽ കുറേ സീഡ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതൊന്നും സ്പ്രൗട്ടായില്ല. ലൈക്ക് നമുക്ക് ബ്രിഞ്ചാൾ ചെയ്തതിൽ ഒരു വെറൈറ്റി മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ, സ്പ്രൗട്ടായിട്ടുള്ളൂ. അടുത്ത വെറൈറ്റിയിൽ നമുക്ക് 4 വെറൈറ്റി ഇട്ടതിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ I have decided to germinate them in a different way. ഇത് നമ്മൾ ഡയറക്റ്റ് സോയിലിൽ ഇമേഴ്സ് ചെയ്തിട്ട് മൂടി വെക്കും, അങ്ങനെയല്ലായിരുന്നു. ഇപ്പം വെതറിച്ചൂടെ നല്ലതായതുകൊണ്ടും നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ടും ദർ ഇസ് അനദർ വേ. സോ നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഒരു 3 to 4 hours മുക്കി വെച്ചിട്ട് ദെൻ വി ടേക്ക് ഇറ്റ് ആൻഡ് റാപ്പ് ഇറ്റ് ഇൻ വെറ്റ് ടവലിൻ്റെ അകത്ത് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിനെ സിപ്പ് ലോക്കിൻ്റെ അകത്താക്കി എവിടെയെങ്കിലും ഒരു ഡാർക്ക് പ്ലേസിലോ ഇച്ചിരി വാമായിട്ടുള്ള പ്ലേസിലോ വെച്ച് കഴിഞ്ഞാൽ 3-4 ഡേയ്സിനുള്ളിൽ ജെർമിനേഷൻ നടക്കും എന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. ഇതെല്ലാം ഒരു പരീക്ഷണമാണ്, ആൻഡ് ഐ ലവ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ അതും അതിൻ്റെ കൂടെ ചില വെജിറ്റബിൾസും കൂടെ നമ്മൾ ഇന്ന് പ്ലാന്റ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം. മേ ബി ദിസ് ഇസ് ദ റൈറ്റ് ടൈം ഫോർ യു ഗൈസ് ടു ഈവൻ പ്ലാന്റ് ദോസ്. ഇതുവരെ പ്ലാന്റ് ഒന്നും ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾ ഈ ചില്ലിയും അതുമൊക്കെ ഇപ്പോഴാണെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്ത ക്യാബേജും ഒക്കെ അധികം നല്ലതായിട്ട് വന്നിട്ടില്ല. അപ്പം അത്രയും ഒരു 10-20 ഒക്കെ ചെയ്തതിൽ നമുക്ക് 1-2 ഒക്കെ നല്ലതായിട്ട് ഓക്കെ ആയിട്ട് നിൽക്കുന്നുള്ളൂ. സോ ഐ ഹാവ് ഡിസൈഡഡ് ഇതേ പ്രൊസീജിയർ നമ്മൾ ബ്രിഞ്ചാളിന് വഴുതനങ്ങയ്ക്ക് ചെയ്യുന്ന അതേ പ്രൊസീജിയർ ഞാൻ കുറച്ച് ബ്രോക്കലിയിലും കുറച്ച് ക്യാബേജിലും ഒക്കെ ഞാൻ ചെയ്യും. ചില്ലി മാത്രം എനിക്ക് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് വന്നിട്ടുണ്ട്. യെംബോ ആലപ്പിനോസ് അതൊക്കെ നല്ലതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം നിങ്ങളെ. ഞാൻ വെച്ച ചില്ലീസ് ആലപ്പിനോസ് എല്ലാം എനിക്ക് ആവശ്യമുള്ള പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചില്ലിയാണ്. ഞാൻ ആദ്യമേ നട്ട സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, മേ ബി യു ഗൈസ് ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഇത് ഇപ്പം നമ്മളൊരു മിഡ് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനൊക്കെ ഫാമിലോട്ട്, അപ്പോൾ ഇത് ഇച്ചിരൂടെ വലുതാവും. നമുക്ക് ഇതിനെ ഇച്ചിരൂടെ ആദ്യമേ വന്ന 2 ഇലയാണ്. ഇനി 2 എണ്ണം കൂടെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വലുതായി കഴിയുമ്പോൾ അത് നുള്ളിക്കളഞ്ഞ് അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ കൂടുതൽ ബ്രാഞ്ചസ് വരത്തുള്ളൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇച്ചിരി ക്ലൈമറ്റ് ഒക്കെ ഡബിൾ ഡിജിറ്റിലാണ്. ഇന്ന് രാവിലെ 6 ഡിഗ്രി ആയിരുന്ന ടെമ്പറേച്ചർ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫാമിൽ കൊണ്ട് നടാൻ. അപ്പോൾ വേറെ ഒരു അഡീഷൻ, ഇത് വേറെ ഒരു എക്സ്പെരിമെൻ്റ് ആകട്ടോ. സോ ഐ ഹാവ് പ്ലാന്റഡ് നമ്മുടെ ഫെനുഗ്രീക്ക്, നമ്മുടെ ഉലുവ ഇല. ഇറ്റ് ഇസ് റിയലി റിച്ച് ഇൻ കേട്ടോ അയൺ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരുമിച്ച് ഞാൻ ഇതിനെ സ്പ്രൗട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് കറി വെച്ച് നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ, ബട്ട് അതോടെ ഇതിൻ്റെ ആ ഒരു ലൈഫ് തീർന്നു. ബട്ട് ഇഫ് യു പുട്ട് ഇറ്റ് ഇൻ എ സോയിൽ, നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ വരും. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല ഇച്ചിരൂടെ വളരും, കുറച്ചുകൂടെ ഇലയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാനിപ്പം ഇതിൻ്റെ സ്ലോട്ടിനുള്ളിൽ ആക്കിയിട്ട് മണ്ണാക്കിയിട്ട് ഞാനിത് വെച്ചു. ഇതുങ്ങൾക്കൊരു പ്ലാന്റ് ഷോക്ക് ഉണ്ടാവും എന്ന് പറയും. സോ ഐ എം ടെസ്റ്റിംഗ് ഇഫ് ദേ ആർ ഡൂയിങ് ഗുഡ്. ദെൻ ഗ്രാജുവലി ഞാൻ മറ്റേതും കൂടെ അതിൻ്റെ അകത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അത് എടുത്തുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഫാമിൽ കൊണ്ടുവെക്കാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പം ഇത് ഇന്നലെ വെച്ചതാണ്. ഇന്നലെ വെച്ചിട്ട് ഇത് ഇന്ന് നോക്കിയപ്പോൾ ഞാൻ വെളിയിൽ തന്നെയാണ് വെച്ചത്, വീട്ടിനുള്ളിലല്ല വെച്ച്. ഇറ്റ് ഈസ് നോട്ട് ലുക്കിംഗ് ദാറ്റ് ബാഡ് ടു ബി ഓണസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മണ്ണ് നിറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബ്രിഞ്ചാളിനെ വെക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. ഏറ്റവും ആദ്യമേ ഞാൻ വഴുതനങ്ങയാണ് വെച്ച് നോക്കിയത്. അത് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഞാൻ ആദ്യമേ വെച്ച വഴുതനങ്ങ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെയും കുറേ പ്ലാന്റ്സിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ ആഡ് ചെയ്ത പുതിയ ഇതിലാണ്. ഇത് വേറൊരു ടൈപ്പ് റാഡിഷ് ഞാൻ വാങ്ങിയതാണ്, അത് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലും റാഡിഷിൻ്റെയും ക്യാരറ്റ്സിൻ്റെയും പല വെറൈറ്റീസാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഫാമിൽ ഇടാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് സ്പ്രൗട്ട് ആകുമ്പോൾ അവിടെ കൊണ്ട് അങ്ങനെ അതിൻ്റെ റൂട്ടൊന്നും അധികം ഇളക്കാതെ അങ്ങനെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു നിത്യവഴുതനയുടെ സീഡ് കിട്ടിയായിരുന്നു. അത് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം സ്പ്രൗട്ട് ആകുമോ ഇല്ലയോ എന്താ. അതിലെല്ലാത്തിലും വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് വെച്ചത്. ഐ തിങ്ക് അത് സ്പ്രൗട്ടായിട്ടുണ്ട് കേട്ടോ എന്നാ തോന്നുന്നത്. എൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് അല്ലേ. നിത്യവഴുതന സ്പ്രൗട്ടായെന്ന് തോന്നുന്നു. ഇത് 2 ദിവസം കൂടി ആയിട്ടില്ല വെച്ചിട്ട്. നോക്കാം. ദൈവമേ, ഉണ്ടോ അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, റൂട്ട് കണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. നോക്ക്, കണ്ടോ? നോക്കട്ടെ. നല്ല സെക്യൂറൊക്കെ ആക്കി അടച്ച്. ഇതിൽ എനിക്ക് മുളയ്ക്കാത്ത വേറൊരു ചില്ലിയുടെ വെറൈറ്റി ഉണ്ട്.
മൈ ഗോഡ്, ഐ ഇവർ രണ്ടുപേരും റെഡിയായി. ഇതാണ് നിത്യവഴുതനയുടെ സീഡിങ്ങിന് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വിഷ്ണുസ് ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞ ആ ഒരു പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. ആദ്യമായിട്ട് ഇങ്ങനെ പേജിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിക്കുന്നത്. പക്ഷേ ആ ചേട്ടൻ ഈസ് വെരി ഗുഡ് ഇൻ വാട്ട് ഹി ഡസ്. ഫാമിംഗ് ഒക്കെ പുള്ളി നല്ലതായിട്ട് ചെയ്യും. അടുത്തിടയ്ക്ക് അവാർഡൊക്കെ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് താഴെ വീണ് ഒടിഞ്ഞു പോയി. അപ്പം റൈറ്റ് നൗ ഇറ്റ് ഹാപ്പൻഡ്. എന്നാലും ഇതാകുമോ എന്ന് നമുക്ക് നോക്കാം. കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. കയ്യിൽ സാധനം വെച്ച് ചെയ്യാൻ പാടില്ല. ലേൺഡ് പിന്നെ ഹാർഡ് വേ. എന്നാലും ഇത് വെച്ച് നോക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. താഴെ വീണപ്പോൾ എനിക്ക് എന്തായാലും രണ്ടെണ്ണം ഒരുമിച്ച് താഴെ പോയില്ല. ഏതെങ്കിലും 1% നമുക്കൊരു 50% ചാൻസ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വേങ്ങൽ വഴുതന എന്ന് പറഞ്ഞൊരു ഇതാണ്, നീളമുള്ള വഴുതന. ഇത് വെച്ചിട്ട് ഞാൻ 3-4 days ആയി. സോ ലെറ്റ്സ് സീ. ഓ, ആയിട്ടുണ്ട്. ഇത് വെച്ചതിൽ എല്ലാത്തിലും ആയിട്ടില്ല. 1 2 3 4 5 ആയിട്ടുണ്ട്. 10 എണ്ണം വെച്ചതിൽ 5 എണ്ണത്തിന് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് 5 എണ്ണം ഇവിടെ പ്ലാന്റ് ചെയ്യാം. അപ്പം ഇതൊക്കെ എടുത്ത് നോക്ക്, വീണ്ടും അതേ ബ്യൂട്ടിഫുൾ. ഒരുപാട് വലിയ കുഴിയൊന്നും വേണ്ട. നമുക്ക് വേണ്ടിയ കുറച്ച് ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ആയ ആൾക്കാരെ ജസ്റ്റ് നമ്മൾ ബാക്കി അതുപോലെ തന്നെ വെക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ സീഡിൻ്റെ പാക്കറ്റ് ഇങ്ങനെ ഒന്ന് വെയിലത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം അങ്ങനെ വെച്ചിരിക്കുന്ന കുറേ ഐറ്റംസാണ്. ഞാൻ പറഞ്ഞില്ലേ ബ്രോക്കലിയും കോളിഫ്ലവറും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന്, അതൊക്കെയാണിത്. കുറച്ച് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് സോഫ്റ്റായിട്ട് സ്പ്രൗട്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെക്കാം. നമുക്ക് ഇവിടുന്ന് ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് കാണാനും പറ്റും ദാറ്റ് ഇറ്റ് ഈസ് ഗ്രോയിങ് ഓർ നോട്ട്. ഇതിൻ്റെ അടപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചിരുന്നു. ഐ ബ്രിങ് ഇറ്റ് ബാക്ക് ആൻഡ് ക്ലോസ് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ്. സോ ദാറ്റ്സ് ദി ഐഡിയ. എന്തായാലും എൻ്റെ ഒരു ചെറിയ നിത്യവഴുതനയുടെ ഒരു സ്പ്രൗട്ട് ജെർമിനേറ്റ് ആയ ഭാഗം പൊട്ടിപ്പോയതിൽ നല്ല വിഷമമുണ്ട്. എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അധികം ഓവറായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ കാണിച്ച സീഡ്സിൻ്റെ കൂടെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ടൊമാറ്റോസും ഞാനിടും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇനി ഏപ്രിലിൽ നടാനുള്ളതാണ്. നമ്മുടെ ഗോഡ്സും എല്ലാം അതാണ് നമ്മുടെ മെയിൻ. കുക്കുംബർ ഇപ്പം നടാമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ വുഡ് ഡു ഇറ്റ് ഇൻ ഏപ്രിൽ. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് കുക്കുംബർ നടാം. ഇങ്ങനെ ഇൻസൈഡിൽ നട്ടിട്ട്. പക്ഷേ ഫാമിൽ കൊണ്ട് നടുന്നത് മിഡ് ഏപ്രിൽ കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് ഡയറക്റ്റ്ലി കൊണ്ട് അവിടെ ഇടുമായിരുന്നു. പക്ഷേ അതിന് പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ കുഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിലെല്ലാത്തിലും പ്ലാന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ്, 2 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലാന്റ്. അപ്പോൾ അത് അങ്ങനെ വേണ്ട എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്ലാന്റ് ചെയ്തിട്ട് ഡയറക്റ്റ് പ്ലാന്റിനെ അവിടെ കൊണ്ട് നടുന്നതായിരിക്കും യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓൾസോ ചെക്കിങ് വിച്ച് ആർ ദ ബെസ്റ്റ് ഓപ്ഷൻസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തതിൽ ഇങ്ങനെ സംഭവിച്ചു. പിന്നെ കുറച്ചൊന്ന് വളരുമ്പോഴത്തേക്ക് അതിൻ്റെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സമയത്താണ് ഈ സ്ലഗ്സ് ഒക്കെ വന്നിട്ട് അത് കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിനുള്ളിൽ സെക്യൂർഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇച്ചിരി ഒന്ന് വളർന്നു വരുന്നിടം വരെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം അവോയ്ഡ് ആകും. ആ ഒരു പെസ്റ്റ് കൺട്രോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മൂടി വെക്കലോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഈ സൈസിലുള്ളൊരു പോട്ട് ഇതിൽ
പ്ലാന്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ അങ്ങ് വെക്കാൻ. ഇതിലേക്ക് നല്ലൊരു 5-6 സെൻറ്റിമീറ്റേഴ്സ് ആവുന്നിടം വരെ വെച്ചിട്ട് ഡയറക്റ്റ്ലി അവരെ അവിടെ കൊണ്ട് കുറച്ച് നാളെ വഴി ഫോട്ടോടെ അവിടെ കൊണ്ട് വെച്ചേച്ച് പിന്നെ അവിടെ എൻ്റെ പ്ലാന്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാനിങ്. അത് കഴിഞ്ഞ് പിന്നെ മിഡ് ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ ബീൻസ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. മിഡ് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക്. അപ്പം മെയ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അവരെ അവിടെ കൊണ്ട് നടാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. See you in another video. എൻ്റെ how to set your beds before summer എപ്പിസോഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐ തിങ്ക് ഓൾറെഡി 6 to 7 എപ്പിസോഡ്സ് പോയിട്ടുണ്ട്. വാച്ച് ഇറ്റ്. മേ ബി നോട്ട് ഫോർ നൗ. ആ ഇൻഫർമേഷൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കും. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഐ ഡു ഗെറ്റ് മോട്ടിവേഷൻ ടു ടേക്ക് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ്. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. ഹാപ്പി ഫാമിംഗ്. ബൈ.